ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉമ്മമാർ, ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നത്. ഉപ്പമാരെക്കാൾ കൊച്ചുമക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാൻ പറയുന്നവരെ ഉമ്മമാരാണ്. എന്തേ കാരണം? അവർക്ക് നിസ്സാര വിഷയം മതി. വീട്ടിൽ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോ, വീട്ടിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ വരുമ്പോ അതവർ വലിയൊരു കാര്യമാക്കി അവരെടുക്കാറുണ്ട്. എന്നാൽ ആ ഒരു കാര്യമാക്കൽ അത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ളതാണ്, നിസ്സാര വിഷയമല്ല. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം ഏതെന്നറിയോ? ഏറ്റവും നല്ല സന്തോഷം ഏതെന്നറിയോ? ഏറ്റവും നല്ല സ്വർഗത്തിന്റെ വഴി ഏതെന്നറിയോ? എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വച്ചിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനെ പാരായണം ചെയ്യലാണ്. ഇന്ന് പടച്ച റബ്ബേ വീടിന്റെ അകത്തട്ടിലുള്ള ഖുർആൻ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കുകയാ, മക്കളുടെ പാഠപുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരില്ല, കഥയറിയാത്തവരില്ല. പടച്ച റബ്ബേ, ബിശ്റുൽ ഹാഫിയെ പോലെ ഒരുപാട് തിന്മയിലേക്ക് കടന്നുപോയ ഒരാളെയും കാണാനില്ല. എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളും ബിശ്റുൽ ഹാഫിയിലുണ്ട്. അങ്ങനെ മഹാനുഭാവൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് പടച്ചവനെ ഒരു പേപ്പർ കിട്ടുന്നത്, ഒരു കടലാസ് കിട്ടുന്നത്. ആ കടലാസ് എടുക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ അങ്ങ് എടുക്കുകയാണ്, അതിനെ എടുത്തിട്ട് കഴുകുകയാണ്, അതിനെ എടുത്ത് വൃത്തിയാക്കുകയാണ്. എന്നിട്ടോ നല്ല സുഗന്ധമുള്ള സുഗന്ധമൊക്കെ പൂശിയിട്ട് വീടിന്റെ ചുമരിൽ അങ്ങ് ഒട്ടിച്ചു വെക്കുകയാണ്. അന്ന് രാത്രി അവിടെ നിന്ന് മോശമായി നടന്നിരുന്ന മനുഷ്യൻ സ്വപ്നം കാണുകയാണ്, ഓ ബിശ്റേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നീ എവിടെ നിന്ന് നല്ലതുപോലെ സൂക്ഷിച്ചതുപോലെ നിന്നെയും സൂക്ഷിച്ചിരിക്കുന്നു ബിശ്റേ. സഹോദരങ്ങളെ, വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ഖുർആൻ എടുക്കണ്ടേ? അത് എവിടെങ്കിലും കൊണ്ടുവന്ന് കളയാനുള്ളതാണോ? മക്കൾ പഠിക്കുന്ന പാഠപുസ്തകത്തിന്റെ അടുക്കൽ കൊണ്ടുവെക്കാനുള്ളതാണോ? മദ്രസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ കൊണ്ടുവന്നിട്ട് പുസ്തകങ്ങളും കായികങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെക്കുകയാണ്, ഖുർആനും അങ്ങ് വലിച്ചെറിയുകയാണ്. എന്നാൽ വിവരമുള്ള ഉമ്മമാര് പറഞ്ഞു കൊടുക്കാറില്ല, മക്കളെ ഖുർആൻ അടിയിൽ വെക്കരുത്. ഏതൊരു ഗ്രന്ഥം വന്നാലും, ഇനി എത്രയെല്ലാം ഗ്രന്ഥങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ വന്നാലും, ആ ഖുർആനാകുന്ന ഗ്രന്ഥത്തിനെ നമ്മൾ ഏറ്റവും മുകളിൽ വെക്കണം. അത് പടച്ചവന്റെ കലാമാ, അത് കലാമുല്ലാഹ്, അത് പടച്ചവന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് അതിനെ ഒതുക്കി വെക്കണം, നല്ല സ്ഥലത്ത് നിങ്ങൾ വെക്കണം, കാണാൻ നല്ല മെച്ചമുള്ള സ്ഥലത്ത് വെക്കണം. അതുപോലെ ആ ഖുർആനെ ബഹുമാനിക്കണമെന്നുമ്മ നിങ്ങളുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത്. അള്ളാഹുവിന്റെ ഖുർആനെ ബഹുമാനിക്കണ്ടേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെ നമ്മുടെ ഖുർആൻ എവിടെയോ പൊടി പിടിച്ച് ഏതെങ്കിലും ഒരു വീട്ടിന്റെ മൂലയില്, അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി ഇപ്പോഴൊന്നും ഖുർആൻ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഖുർആൻ കൊണ്ട് മടക്കി അലമാരയിൽ വെക്കാനുള്ളതല്ല, അത് എടുക്കാനുള്ളതാണ്, അത് പാരായണം ചെയ്യാനുള്ളതാണ്, അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങളും മാറ്റുന്നതെന്ന് പുണ്യ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പറഞ്ഞു, ഫാത്തിമ ഖുർആനെ ബഹുമാനിക്കണം കേട്ടോ, അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമാകുന്ന ഖുർആനെ ബഹുമാനിച്ചുകൊണ്ട് വരുമ്പോ നിനക്കും ഒരുപാട് മാറ്റങ്ങൾ നീ പോലും അറിയാതെ നിന്നിലേക്ക് വന്നു ചേരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. നമ്മൾ പോലും അറിയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിഅമത്തുകൾ. ചില ആളുകളുണ്ട്, പള്ളിയിൽ വരുന്ന ചില ആണുങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാവും, ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട്. ഇത് ഖുർആനാണെങ്കിൽ ചില ആളുകൾ ഭയങ്കര സ്റ്റൈലാണ്, പിന്നെ ഞാൻ വലിയ ഓത്തുകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഖുർആനെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് പോകും. ഖുർആൻ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു ഒരു ബഹുമാനമുണ്ട്. ആണായാലും പെണ്ണായാലും ആ ഖുർആൻ നമ്മൾ എപ്പോഴും നമ്മുടെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുക.
അത് അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ നെഞ്ചിൽ ഖുർആൻ നമ്മൾ ചേർത്ത് പിടിക്കണം. അതല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനം അല്ല ഇത്. ആ ഖുർആൻ എത്ര ബഹുമാനിക്കുന്നോ അത്രയും മഹത്വവും മാതരവും അള്ളാഹു നമുക്ക് തരും. അതുകൊണ്ട് ഖുർആൻ എപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അത് എടുത്ത് വെക്കാനാണെങ്കിൽ പോലും ഇങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് അള്ളാഹ് നിന്റെ ഖുർആനാണ്. അപ്പോ ആ ഖുർആനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ബഹുമാനിക്കും. എന്നാൽ അവിടെ നിന്ന് സങ്കടങ്ങൾ മാറാൻ, വിഷമങ്ങൾ മാറാൻ മറക്കല്ലേ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുത്തത് തിലാവത്തിൽ ഖുർആൻ. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പഠിപ്പിച്ചു തരാ. അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടെ കേൾക്കണേ. അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആൻ ഫീ ബുയൂതികും. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ ഖുർആൻ പാരായണമെന്ന് അധികരിപ്പിക്കണേ. വീടിന്റെ ഉള്ളിൽ നമ്മൾ ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ പാരായണം ചെയ്യണം. ഒരുപാട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകാൻ അള്ളാന്റെ ഖുർആൻ മതിയല്ലോ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ. മിൻ തിലാവത്തിൽ ഖുർആനി ഫീ ബുയൂതികും, നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ ഖുർആൻ ഓതലിനെ നിങ്ങൾ അധികരിപ്പിക്കണേ. ഫഇന്നൽ ബൈതല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ, പഠിക്കാനുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തട്ടില് ഖുർആൻ ഓതാത്തൊരു വീടാണെങ്കിലോ, ഇന്ന് നമ്മൾ അല്ലാഹുവേ പേരിന് വേണ്ടി ഒരു യാസീൻ ഓതി, പേരിന് വേണ്ടി ഒരു മുൽക്ക് ഓതി, പേരിന് വേണ്ടി ഒരു റഹ്മാൻ ഓതി, പേരിന് വേണ്ടി ഒരു വാഖിഅ ഓതി, അങ്ങനെയാ നമ്മൾ കടന്നു പോകുന്നതെങ്കിലോ പറ്റൂല. നിരന്തരം അല്ലാഹുവേ വീടിന്റെ അകത്തട്ടിൽ ഖുർആൻ പതിവാക്കണം. ഫഇന്നൽ ബൈതല്ലദീ ലാ യുഖറഉ ഫീഹി ഖുർആൻ ഓതാത്ത വീടിനെ പറ്റി എന്തേ പറയുന്നത്? ഇന്നെന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, നമ്മൾ നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ ഖുർആൻ ഓതാറുണ്ടോ? ഖുർആനിന്റെ വഴികളിലൂടെ കടന്നു പോകാറുണ്ടോ? ഖുർആന്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകാറുണ്ടോ? എന്നാൽ അവിടെ നിന്ന് പഠിച്ചോ, ഖുർആൻ ഓതാത്ത വീട്ടിൽ അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം അറിയോ? യഖില്ലു ഖൈറുഹു വയുക്സിറു ശർറുഹു വയളീഖു അലാ അഹ്ലിഹി. ഖുർആൻ ഓതാത്ത വീട്, ഖുർആൻ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവരാത്ത വീട്, യഖില്ലു ഖൈറുഹു, ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നന്മകൾ അല്ലാഹു കുറച്ചു കളയുകയാ. ഇന്നലെ വരെ ഭർത്താവിന് കച്ചവടമുണ്ട്, ഇന്നലെ വരെ നല്ല ജോലിയുണ്ട്, ഇടയും പോകാൻ പറ്റുന്നില്ല, വീടിന്റെ അകത്തിൽ തന്നെ ഇരുപ്പായി, ഇന്നലെ വരെ വന്നുകൊണ്ടിരുന്ന സമ്പാദ്യങ്ങളൊക്കെ നിലച്ചുപോയി. അല്ലാഹുവേ, ഖുർആൻ ഓതാത്ത വീടാണോ? യഖില്ലു ഖൈറുഹു, അവിടെ അല്ലാഹുവിന്റെ നന്മ ഉള്ളത് മുഴുവനും കുറഞ്ഞു പോവുകയാണ്. വയുക്സിറു ശർറുഹു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട്, നൊമ്പരങ്ങൾ കടന്നു വരുന്നുണ്ട്, ശാരീരികമായ വിഷമങ്ങൾ കടന്നു വരുന്നുണ്ട്, മാനസികമായിട്ടുള്ള മനപ്രയാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സങ്കടങ്ങൾ കടന്നു വരുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഖുർആൻ ഓതണം. ഖുർആൻ ഓതണം. നിങ്ങൾ എന്ത് വിചാരിച്ചു? വെറുതെ ഖുർആൻ നമുക്ക് ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതണ സൂപ്പർ ഫാസ്റ്റ് ആണോ, അതല്ല സൂപ്പർ ഡീലക്സ് ആണോ, അതുമല്ല ഇനി മിന്നലാണോ, അതുമല്ല ഇനി ഏതാണെന്ന് അറിയാൻ പറ്റൂല. ഇന്നിപ്പോ ബസ്സുകളുടെ കൂട്ടത്തിൽ ഒരു ബസ് ഉണ്ട്, എന്താ മിന്നല്, എന്തിനാ അതിന് പേരിട്ടേക്കണം? അങ്ങനെ അമ്മാതിരി സ്പീക്കാണ് പഹയന്മാര് പോകും, ഭയങ്കര സ്പീഡിൽ, നല്ല സ്പീഡിൽ അവർ പോകാറുണ്ട് ഇല്ലേ? നമ്മുടെ ചില ആളുകളുടെ ഖുർആൻ ഓതൽ അങ്ങനെയാണ് അല്ല റഹീം, അങ്ങനല്ലേ? ചില ആളുകളുടെ ഖുർആൻ ഓതൽ അങ്ങനെ. ചില ആളുകൾ പടച്ചോനെ ഖുർആൻ എടുത്തുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, വിചാരിക്കും പടച്ചോനെ ഭയങ്കര ഈമാനാണ്, നൂത്തങ്ങോട്ട് വെക്കും, എന്നിട്ട് മോളുടെ പറഞ്ഞു മോളെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവെക്കൂ, മോള് വെള്ളം കൊണ്ടുവെക്കും, ഭയങ്കര സെറ്റപ്പായിട്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുവെക്കും, മോളിങ്ങനെ നോക്കിയിരിക്കാൻ ഉമ്മാമ ഇപ്പൊ ഓതി മറിക്കുമെന്ന് പറഞ്ഞു. ഒരൊറ്റ ഇവിടെ ഇങ്ങനെ ഖുർആൻ ഓതാനല്ല പറയുന്നില്ല. അങ്ങനെ ഓതിട്ട് ഒരു പ്രതിഫലവുമില്ല, ഒരു പ്രതിഫലവുമില്ല. ചില ആൾക്കാർ ഓതും ഖുൽഹു അല്ലാഹു സുബ്ഹാനല്ലാഹ്, പുതിയ കുംഫുവിന് പേരിറക്കിയ സാധനം തോന്നുന്നു. ഖുൽഹു അല്ലാഹു അഹദ്,
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചില ആളുകൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്, ഈ നഹദ് എന്തോ സാധനം? കുഫുവൻ അഹദ് എന്നാണ്. ചില ആളുകൾ ഓതുമ്പോ കേൾക്കാം കുഫുവൻ നഹദ്. പുതിയ മോഡല, പുതിയ പിന്നെ എവിടെന്നോ കൊണ്ടുവന്ന സാധനമാണ്. പുതിയ തജ്വീദ് ഇറക്കി ചില ഉമ്മമാരൊക്കെ. മക്കളെ നന്നായിട്ട് ഓതുമോനടാ, അങ്ങനല്ല, നീ പച്ച തെറ്റ ഓതി ഇങ്ങനെ ഓതും, ഉമ്മ ഓതി തരാം. കുഫുവൻ നഹദ്. എവിടെ നഹദ്? കുഫുവൻ അഹദ്, അതല്ല ശരി. ഖുർആന് വേണ്ടുന്ന കോലത്തിൽ ഓതാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ കടന്നു വരുമ്പോഴാണ് യഖുല്ലു ഖൈറുഹു, വീട്ടിന്റെ അകത്തട്ടിലുള്ള നന്മകൾ കുറഞ്ഞു പോകുന്നത്. വയകുസിറു ശർറുഹു, ഷർറുകൾ അധികരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഭാര്യയുടെ രോഗം മാറിയപ്പോ ഭർത്താവിനായി, ഭർത്താവിന്റെ രോഗം മാറിയപ്പോ ഭാര്യക്കായി, ഭാര്യക്കും ഭർത്താവിനും രോഗം മാറിയപ്പോ അവരുടെ ഉമ്മക്കായി, അവരുടെ ഉമ്മക്ക് മാറിയപ്പോ പിന്നെ മക്കൾക്കായി. ഒരാളെ വിട്ടിട്ട് രോഗം കടന്നു പോകുന്നില്ല. ജീവിതത്തിൽ അല്ലാഹുവേ കുടുസത സംഭവിക്കാൻ പോവുകയാണ്. ഖുർആനില്ലാത്ത വീട്. ഏറ്റവും വലിയ അനാഥ മക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? അനാഥയെന്ന് പറഞ്ഞാ ബാപ്പയില്ലാത്തവരാണോ? ഒരു കണക്കിന് ഞാൻ പറയാണ്, അനാഥ മക്കളെന്ന് പറയുമ്പോ ഖുർആന് നല്ല പോലത്തിൽ അറിയാത്തവരാണ്. കാരണം എങ്ങനെയാണ് അനാഥയെന്ന് പറഞ്ഞത്? അല്ലാഹുവേ, അള്ളാന്റെ ഖുർആനാണ്. അല്ലാഹുവേ നിസ്കാരത്തിൽ ഓതാനുള്ളതാണ്. ചില ആളുകൾക്ക് നാണക്കേടാണ്. നിസ്കാരം ശരിയാകണമെങ്കിൽ ഫാത്തിഹ അറിയണം, അതിന്റെ ഫർളുകൾ അറിയണം. ചില ആളുകൾ എന്ത് ചെയ്യും? എനിക്കിപ്പോ അതിനൊന്നും വയ്യ മോളെ, ആയല്ലോ, ഇനിയിപ്പോ അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരെ നിങ്ങളുടെ നിസ്കാരം അല്ലാഹ് എനിക്ക് ഒന്നും വേണ്ട. നമ്മൾ ചിന്തിക്കണേത് നമ്മൾ പഠിച്ചുകൊണ്ടാണ് കടന്നു വരേണ്ടുന്നത്. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെട്ടുവെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാരെന്നറിയോ? മദീനയുടെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ, അംബിയ രാജശിരോമണി ത്വാഹ തങ്ങൾ ഹളറത്തിൽ എംബിട് സല്ലല്ലാഹു സലാമലൈക്കുമേ. ഹക്കൊളി ദീപം കണ്ടു മറഞ്ഞ റൗള ഷരീഫിന്റെ ദിക്കുമദീനത്ത് കേക്കങ്ങൊന്തിക്കേണമേ. അംബിയ രാജശിരോമണി ത്വാഹ തങ്ങൾ ഹളറത്തിൽ എംബിട് സല്ലല്ലാഹു സലാമലൈക്കുമേ. ഹക്കൊളി ദീപം കണ്ടു മറഞ്ഞ റൗള ഷരീഫിന്റെ ദിക്കുമദീനത്തേക്കും എത്തിക്കേണമേ. അമ്പരത്തട്ടതിലാവൃതമാക്കിയ കൺമണി മൻസുൽ മക്കിയ, ആഗജരാജര സൃഷ്ടിക്കുവാൻ കാരണഭൂതലമക്കിയ ഇമ്പനദി റഹ്മത്തുല്ലിൽ ആലമീനിൽ ആമിയ, എന്നും നാളെയും ഇന്നും കടാശം തന്നരുളൊന്ന് സുഭാഷിയ മുത്തുളി നൂറുള്ള നബിയെ മുത്തുളി സല്ലല്ലാഹ് ഇത്തുല്ലിത്തുരുമളാം നബിയെ, നബിയെ സ്വർഗ്ഗക്കനിയേ. അല്ലാഹുവിന്റെ പ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് സങ്കടം വരാത്തത്? ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നുപോയ മദീനയുടെ മണിമുത്തിന്റെ കഥകൾ പറഞ്ഞാ തീരുമോ? അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. എവിടെയാണ് കടന്നു വരുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു വന്ന് സലാം പറഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് ഒരു ഭാവമാറ്റവുമില്ല. എന്ത് പറ്റിയെന്നറിയില്ലല്ലോ, എന്ത് സംഭവിച്ചുവെന്നറിയില്ലല്ലോ, എന്താണ് ഉണ്ടായെന്നറിയില്ലല്ലോ. ഉടൻ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാറിയിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന അബൂ തൽഹ അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ ചുമന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് എന്തോ ഒരു വേദന ഉള്ളതുപോലെ, ഹബീബിന് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ ഇരിക്കുമ്പോ യാ അല്ലാഹ്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒന്നും ചോദിക്കാൻ കടന്നുപോയില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ ചെന്നിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകരുടെ
പ്രവാചകരുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അരികത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ട് വിളിക്കുന്നു, യാ റസൂലല്ലാഹ്. ഞാൻ അവിടെ നിന്ന് നിസ്കരിക്കാൻ കടന്നു വന്നപ്പോ അവിടത്തെയുടെ മുഖം വല്ലാതെ ചുമന്നിട്ടുണ്ടായിരുന്നു നബിയേ, വല്ലാത്ത സങ്കടമായിരുന്നു നബിയേ, വല്ലാത്ത ദുഃഖമായിരുന്നു നബിയേ, വല്ലാത്ത കഷ്ടപ്പാടായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ അബൂ തൽഹ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്റെ നിസ്കാരത്തിലേക്ക് ഞാൻ അന്ന് കടന്നു വന്നപ്പോ വല്ലാത്ത സങ്കടമായിരുന്നു അബൂ തൽഹ. നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞ പാട് എന്റെ അടുക്കൽ ആരാ വന്ന എന്നറിയോ? നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വരികയാ. അന്നുകൊണ്ട് വിളിക്കുന്നു, നബിയേ, എന്തിന് സങ്കടപ്പെടണം നബിയേ, എന്തിന് ദുഃഖിക്കണം നബിയേ, എന്തിന് പ്രയാസപ്പെടണം നബിയേ, അവിടുന്ന് ഓതിക്കോളിൻ നബിയേ. എന്ത് മാനസിക വിഷമമാണോ, എന്ത് മാനസിക ടെൻഷനാണോ, എന്ത് മാനസിക സങ്കടമാണോ, അതെല്ലാം മാറിപ്പോകും റസൂലല്ലാഹ്. ഞാൻ പഠിപ്പിക്കുന്ന ആയത്തും ഓതാമോ നബിയേ? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹു അൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ ആയത്തുകൾ അങ്ങ് ഓതാൻ പറയുമ്പോ പടച്ചവനെ, അത് ഞാനങ്ങ് ഓതി അബൂ തൽഹ, എന്റെ സങ്കടവും എന്റെ കണ്ണീരും എന്റെ വിഷമവും എന്റെ ദുഃഖങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തന്നു അബൂ തൽഹ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകർക്ക് മലക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുത്ത പാഠമാ മനസ്സിന്റെ ടെൻഷനുകൾ മാറാൻ, മനസ്സിന്റെ സങ്കടം മാറാൻ. അതും അല്ലാഹുവിന്റെ ഖുർആനാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. എഴുതി വെക്കണം പെങ്ങളെ, എഴുതി വെക്കണം പെങ്ങളെ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. കടമാണ് ഉസ്താദേ, കടം മാറുന്നില്ല. ഓത് പെങ്ങളെ, ഓതാതിരിക്കല്ലേ സഹോദരങ്ങളെ. കടങ്ങൾ മാറണോ, വിഷമങ്ങൾ മാറണോ? അല്ലാഹു നിങ്ങളുടെ ഭർത്താവിന് നല്ല ജോലി കൊടുത്താലല്ലേ മാറുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നറിയോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഇത് ഓതുമ്പോ അല്ലാഹു നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് ബറക്കത്ത് കൊടുക്കുകയാണ്. ആരാ പഠിപ്പിച്ചത്? മലക്ക് ജിബ്രീലാണ്. ആരോടാണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനോടാണ്. റസൂലുള്ളാഹി തങ്ങൾ ആരോടാണ് പറഞ്ഞത്? നമ്മളോടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ ആയത്തതാണ്. രണ്ടാമത്തെ ആയത്തോ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഓദിയാ സങ്കടങ്ങൾ മാറുമെന്നാണ്. പിന്നീട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഇതൊക്കെ ഓതാൻ പറയുമ്പോ ഞാൻ ഓതി അബൂ തൽഹ, എന്റെ സങ്കടമെല്ലാം മാറിയെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ നിറകുടമേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സമയമില്ലല്ലോ, നമ്മളിങ്ങനെ കരയും. ഇരുന്ന് കരഞ്ഞോളി, നിങ്ങൾ കരഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിക്കോളി. അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല.
എല്ലാം നല്ലതാണ്. നിങ്ങൾ ചോദിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് വരുന്നതെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന സന്തോഷവും അല്ലാഹു നമുക്ക് തരുന്ന ആനുകൂല്യവും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതൊരു വല്ലാത്തൊരു നിഅമത്താണ്. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് നമ്മളൊക്കെ അതിലൊന്നും വലിയ കാര്യമില്ല. ചില ആളുകൾ പറയും അത് മൊയ്‌ലാക്കന്മാര് പിന്നെ വയറ് വീപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പണിയാണ്. ഞാൻ എന്റെ അടുക്കൽ വരാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ ഓതാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് കടന്നു വന്നാൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത നിറങ്ങുന്ന താരാമ്പരമാണ്. ഖുർആൻ പെരിയോന്റെ കലാമാണ്, ഖുർആൻ പെരിയോന്റെ കലാമാണ്, പരിശേറും നിലാവാണ്, പരിപൂർണ കനിയാണ്, അഴകതിൽ തിളങ്ങുന്ന പുണ്യ കനിയാണ്. ഖുർആൻ പെരിയോന്റെ കലാമാണ്, ഖുർആൻ പെരിയോന്റെ കലാമാണ്. നമുക്ക് പക്ഷെ സമയമൊന്നുമില്ല. നമ്മളിങ്ങനെ ദുനിയാവിന്റെ പുറത്തുകൂടി ഇങ്ങനെ കടന്നു പോകാൻ എല്ലാ വിഷമങ്ങളും, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ 10 പേരോട് പറയും. അപ്പൊ അതുകൊണ്ടാണ് നല്ല മനസ്സോടുകൂടി കടന്നു വരാൻ പറയുന്നത്. ഖുർആനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്താൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടുവെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ നൈൽ നദി ഉളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നഫീസത്തു ബീവിയുടെ നാട്ടിലെ കിസ്സ പറഞ്ഞിടട്ടെ ഞാൻ. പൊന്നു വിളയുന്ന മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിലെ, മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിലെ നൈൽ നദി ഉളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നഫീസത്തു ബീവിയുടെ നാട്ടിലെ കിസ്സ പറഞ്ഞിടട്ടെ ഞാൻ. പൊന്നു വിളയുന്ന മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിലെ, മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിലെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവിടുന്ന് പടച്ചറബേ കടന്നു വരികയാണ്. എവിടത്തേക്കാണ് കടന്നു വരുന്നത് എന്നറിയോ? ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ അരികിലേക്കാണ്. ഈജിപ്തിലേക്ക് വരുമ്പോ ആരാണ് വരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് നഫീസത്തുൽ മിസ്രിയ. ഈജിപ്തിലെ ഭരണാധികാരി പറഞ്ഞു, നഫീസ, കൊട്ടാരം വേണോ, മണിമാളിക വേണോ, അല്ലാഹുവേ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നഫീസ, അത് തരാമെന്ന് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട. പടച്ചറബേ 30 പ്രാവശ്യം മദീനയിൽ നിന്ന് നടന്നു വന്നുകൊണ്ട് ഉംറകൾ ചെയ്തിട്ടുള്ള മഹദിയാണ്. 33 വർഷം നോമ്പ് നോറ്റ മഹദിയാണ്. അങ്ങനെ ഉള്ള മഹദിയോട് ചോദിക്കുന്നു, നഫീസ എന്തു വേണമെന്ന് പറയോ നഫീസ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാ, ഒന്നുമല്ല എനിക്ക് വേണ്ടുന്നത്, പടച്ചവനെ 6 അടി മണ്ണിനുള്ള സ്ഥലം തരുവോ? ഖിയാമത്ത് നാൾ വരെ എനിക്ക് ജീവിക്കാം, ഖിയാമത്ത് നാൾ വരെ എനിക്ക് കടന്നു പോകാനുള്ള 6 അടി മണ്ണ് എനിക്ക് തരുവോ? ആ 6 അടി മണ്ണിന്റെ അകത്തട്ടിൽ ഞാൻ കിടന്നുകൊള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുമ്പോ, ഈജിപ്തിന്റെ ഭരണാധികാരി 6 അടി മണ്ണിലുള്ള ഖബറിന്റെ സ്ഥാനം കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആ ഖബറിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഓതിയിട്ടുള്ള എത്രയെന്നറിയോ? 6000 ഖത്തമുകളാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങളെ ആമീൻ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബക്കാരെ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്.
വേദനകൾ കൊടുക്കല്ലേ അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ലേ അല്ലാ. റാഹിമായ പടച്ചവനെ, റാസിക്കായ അല്ലാഹുവേ, പടച്ചവനെ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികളുണ്ട് അല്ലാഹുവേ, അവർക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ഉദരത്തിൽ വളർന്നു വരുന്ന മക്കളെ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളാക്കണം പടച്ചവനെ. അല്ലാഹുവേ നമുക്ക് തന്ന മക്കൾക്ക് അംഗവൈകല്യങ്ങൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ, വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യയുടെ മാതാപിതാക്കൾ അല്ലാഹുവേ ഒരാൾക്കും ഒരു സങ്കടം കൊടുക്കല്ല അല്ലാ, ഒരു ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, ഒരു ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചവനെ. അല്ലാഹുവേ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ തരല്ല റബ്ബേ, അല്ലാഹുവേ ശരീരം കീറി മുറിക്കുന്ന രോഗം തരല്ല അല്ലാ. പടച്ചോനെ ഞങ്ങൾക്കാർക്കും അപസ്മാരം തരല്ല റബ്ബേ. അല്ലാഹുവേ ഇതിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഓരോരുത്തരെയും നീ അറിയുന്നുണ്ടല്ല റബ്ബേ, അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നുണ്ടല്ല റബ്ബേ, അവർ എഴുതിവിട്ട കാര്യങ്ങൾ അറിയുന്നുണ്ടല്ല റബ്ബേ. ഞാനത് കണ്ടില്ലെങ്കിലും നീ കാണുന്നുണ്ട് റബ്ബേ, നീ കാണുന്നുണ്ട് റബ്ബേ. നീ പരിഹാരം കൊടുക്കണയല്ലാ, നീ പരിഹാരം കൊടുക്കണയല്ലാ. പടച്ചോനെ പാപപ്പെട്ട പ്രവാസികളെ നീ സ്വീകരിക്കണേ റഹ്മാനെ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണയല്ലാ. എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, പരാജയപ്പെടുത്തല്ലേ റബ്ബേ. ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.